ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് URPay വാലറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അൾട്രാജി ബാങ്കിൻ്റെ വാലറ്റായ URPay വാലറ്റ് ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ സൗദിയിൽ എവിടെയും ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഓൺലൈൻ പർച്ചേസുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് URPayയിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്സർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന URPay വാലറ്റിൽ ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതുപോലെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ കാണുന്ന മൂന്നാമത് കാണുന്ന ചേഞ്ച് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് പുതിയ മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്സർ വെരിഫിക്കേഷനാണ്. അതിനുവേണ്ടി താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്സറിൽ നിന്ന് ഒരു 4 അക്ക വെരിഫിക്കേഷൻ കോഡ് അവർ അയച്ചു തരുന്നതാണ്. അത് അലോ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി അപ്സർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം താഴെയുള്ള ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനായി ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പുതിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നാഷണൽ ID എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു 4 അക്ക പാസ്വേഡ് സെറ്റ് ചെയ്യണം. നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എറർ വരും. ഇനി നിങ്ങൾ പാസ്വേഡ് തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഞാനിവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിലൂടെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഒട്ടനവധി ഓൺലൈൻ പർച്ചേസുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, പുതിയ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്ന് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.